ഹലോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നായപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനല്ല അമ്മയാണ് പറഞ്ഞത്, ഇങ്ങനെ പെരുന്നാളൊക്കെ വരുന്നതല്ല ഇപ്പോൾ നെയ്ച്ചോറ് ഇറച്ചിക്കറിയൊക്കെ വെച്ച് നോക്കുന്നുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പാചകത്തിൻ്റെ ഒരു പരീക്ഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ എനിക്ക് വെച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നെയ്ച്ചോറ് വെക്കാന്നുള്ളത് ഫിക്സ് ചെയ്തു. പക്ഷേ ചിക്കനാണോ ബീഫാണോ വാങ്ങേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടാണെങ്കിലും ഈ പെരുന്നാളിൻ്റെ തലേന്ന് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ പോയിട്ട് വാങ്ങാമെന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അന്ന് കടയൊന്നും തുറക്കില്ല, അതായത് പ്രത്യേകിച്ച് ബീഫ് സ്റ്റോളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾ ഓർമ്മിച്ചതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പ്ലാനിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി. ഏതായാലും ഇതൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് പെരുന്നാൾ നമുക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയൊന്നും വെക്കണ്ട, പിന്നെ ഏതെങ്കിലും ദിവസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൊട്ട് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം, അതായത് ഞായറാഴ്ച തന്നെ വെക്കാനുള്ളൊരു പ്ലാനിങ് തുടങ്ങി. അന്നും എന്താ അവസ്ഥ, ചിക്കനും ഇല്ല ബീഫും ഇല്ല എന്നുള്ള അവസ്ഥയായിരുന്നു. ലാസ്റ്റ് പള്ളിയത്ത് പോയിട്ടായിരുന്നു സാധനം വാങ്ങിയത്. പള്ളിയത്ത് എക്സ്ട്രാ മാറ്റി പോയി അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോയിൽ. അപ്പം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. കൂട്ടത്തിൽ അവിടെ നിന്ന് തന്നെ ഫ്രോസൺ ചിക്കൻ വാങ്ങേണ്ടി വന്നു. അല്ലാതെ കുറേ സ്ഥലത്ത് ആവളൊക്കെ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, എവിടെയും ചിക്കനൊന്നുമില്ല. അപ്പോൾ പിന്നെ കിട്ടിയെന്ന് വെച്ചിട്ട് അങ്ങ് റെഡിയാക്കാൻ വിചാരിച്ചു. പിന്നെ ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ കഴുകി സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കിസ്മിസും കാഷ്യും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെല്ലുള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ സംഭവം ഈ ഒരു ടിപ്പൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഒരു റെസിപ്പി പോലെ ഒന്നും ഇടുന്നൊന്നല്ല, ഞാൻ കുറച്ച് യൂട്യൂബ് നോക്കിയിട്ട് കുറച്ച് അമ്മ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ഒരു പരീക്ഷണം പോലെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റും ചെയ്യണം. അങ്ങനെ ഇപ്പോഴാണ് ഗീ റൈസിൻ്റെ പ്രിപ്പറേഷൻസ് കറക്റ്റ് തുടങ്ങിയത്. ഇപ്പോൾ ജസ്റ്റ് ആദ്യം കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വെല്ലുള്ളി കട്ട് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നേരത്തെ കഴുകി അരിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, അത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് 7 മിനിറ്റ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയത് ഇങ്ങനെയുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറവായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെയും ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ 1 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ ഉള്ളി, അതുപോലെ നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച കാഷ്യൂസും കിസ്മിസും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് സമയം സ്റ്റൗ ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കൻ കറിയൊക്കെ അവിടെ റെഡി ആകുന്നുണ്ട്. ഫൈനലി എൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ നെയ്ച്ചോറ് ഞാൻ ഫുള്ളൊന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു. വേറെ നല്ല എനിക്ക് തോന്നുന്നു ആ ഉള്ളി കുറച്ച് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു പോകാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കേണ്ട പറയാനല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യ പരീക്ഷണം എന്ന നിലക്ക് മിഷൻ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.